വെൽക്കം ടു റിയൽ ടോക്ക് ഇറ്റ് സുമിത്. അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരാണെങ്കിൽ ആദ്യമായിട്ട് ചാനലിലേക്ക് വരുന്നവരാണെങ്കിൽ എന്തായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട് നിങ്ങൾ വീഡിയോ കാണാൻ തുടങ്ങണം. അതോടൊപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തോ ആയിക്കോട്ടെ അത് കമൻറ്റ് സെക്ഷനിൽ ഒന്ന് മെൻഷൻ ചെയ്യാനും വീഡിയോയ്ക്ക് മാക്സിമം ലൈക്ക് ചെയ്യാനും ഈ വീഡിയോ കുറേ ആൾക്കാർക്ക് ഷെയർ ചെയ്ത് ഇൻഫർമേഷൻ എത്തിക്കാനും നിങ്ങൾ 100% ശ്രമിക്കണം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ വന്നിരിക്കുന്നത് രണ്ട് മേജർ ആയിട്ടുള്ള പ്രൊജക്റ്റുകളാണ്. ഒന്ന് ലെയറേജ് എന്ന് പറഞ്ഞിട്ടുള്ള പ്രൊജക്റ്റും അതേപോലെ തന്നെ മൈഗേറ്റ് നെറ്റ്വർക്ക് എന്ന് പറഞ്ഞിട്ടുള്ള പ്രൊജക്റ്റിനെ പറ്റിയിട്ടാണ് സംസാരിക്കുന്നത്. ഇത് വെറും ടെലിഗ്രാം പ്രൊജക്റ്റുകളല്ല. നിങ്ങൾ എന്ത് ചെയ്യുക, നമ്മൾ ആൾറെഡി നോട്ട് പേയും അങ്ങനെയുള്ളൊക്കെ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരുന്നില്ലേ. നോട്ട് പേയിലൊക്കെ എന്തുകൊണ്ടാണ് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനൊക്കെ നല്ല രീതിയിൽ തന്നെ പ്രോഫിറ്റ് കിട്ടിയതെന്ന് പറഞ്ഞാൽ ആ സംഭവം ഇറങ്ങുമ്പോൾ തന്നെ നമ്മുടെ ചാനൽ വഴി നമ്മൾ അത് എന്ത് ചെയ്തു, ആൾക്കാരിലേക്ക് എത്തിച്ചു. ആൾക്കാർ അത് ചെയ്യാൻ തുടങ്ങി. അത് കാരണം അവർക്ക് നല്ല രീതിയിൽ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് നല്ലൊരു പ്രോഫിറ്റാണ് കിട്ടിയത്. അപ്പോൾ അതേപോലെ തന്നെ ഇപ്പോഴും ഇനീഷ്യലായിട്ട് ഇപ്പോൾ തുടങ്ങുന്ന പ്രൊജക്റ്റുകൾ നമ്മൾ എപ്പോഴും കോൺസെൻട്രേറ്റ് ചെയ്തെന്ന് പറഞ്ഞാൽ നമ്മളായിരിക്കും അതിൽ ഏർലി യൂസേഴ്സ്, നമ്മളായിരിക്കും അപ്പോൾ അതിൻ്റെ മെയിൻ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് നല്ല രീതിയിൽ തന്നെ അതിന് പ്രോഫിറ്റ് കിട്ടൂലെന്ന് ചോദിച്ചാൽ എന്തായാലും കിട്ടും. അപ്പോൾ അങ്ങനെയുള്ളൊരു പ്രൊജക്റ്റാണ് ഈ മൈഗേറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള പ്രൊജക്റ്റ്. ഈ മൈഗേറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള പ്രൊജക്റ്റ് ഇപ്പോഴാണ് വന്നിട്ടുള്ളത്. അതേപോലെ തന്നെ ഇപ്പോഴാണ് അത് നോഡ് എക്സ്റ്റൻഷൻ കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ അതിൽ എന്താണ് പ്രൊജക്റ്റിനെ പറ്റിയിട്ടുള്ള ഒരു കാര്യം ഡീറ്റെയിലും കൂടി ഞാൻ പറഞ്ഞുതരാം. ഈ മൈഗേറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള പ്രൊജക്റ്റ് റീസെൻ്റ്ലി അതിൻ്റെ ടോക്കണോമിക്സ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. കമ്മ്യൂണിറ്റിക്ക് എത്ര പെർസെൻറ്റേജ് ആണ്, അതേപോലെ തന്നെ ഫ്യൂച്ചർ ഇൻസെൻറ്റീവ്സ് എത്ര പെർസെൻറ്റേജ് ആണ്, എയർ ഡ്രോപ്പ് 10% മാത്രമാണ്. അപ്പോൾ നല്ല രീതിയിൽ തന്നെ വാല്യൂ കിട്ടാൻ പറ്റുന്ന ഒരു പ്രൊജക്റ്റ് ആണോ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും ആണ്. നിങ്ങൾ ഒരിക്കലും മിസ് ചെയ്തതെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. ആൾമോസ്റ്റ് ഞാൻ അങ്ങനെ ടെസ്റ്റ് നെറ്റുകൾ ഇല്ലെങ്കിൽ നെറ്റ്വർക്ക് എയർ ഡ്രോപ്പോ ഇങ്ങനെയുള്ള വീഡിയോകളൊന്നും നമ്മൾ കൂടുതൽ ഇടാറില്ല. എന്താണെന്ന് പറഞ്ഞാൽ ടെലിഗ്രാം യൂസേഴ്സ് ആണ് ലോകം മൊത്തം ഉള്ളത്. ടെലിഗ്രാമിലുള്ള പ്രൊജക്റ്റ് ഇട്ടാലാണ് എന്നെപ്പോലുള്ള സാധാരണ യൂട്യൂബുകാർക്ക് വ്യൂസ് കിട്ടുള്ളൂ. അപ്പോൾ ഇങ്ങനെയുള്ള പ്രൊജക്റ്റൊക്കെ ഇടുകയാണെങ്കിൽ നമുക്ക് നല്ലൊരു 10K സബ്സ്ക്രൈബറൊക്കെ ആയി എന്ന് പറഞ്ഞാൽ നമ്മുടെ സബ്സ്ക്രൈബറിന് ഇങ്ങനെയുള്ള ടെസ്റ്റ് നെറ്റുകളും അതേപോലെ തന്നെ നെറ്റ്വർക്ക് എയർ ഡ്രോപ്പും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇട്ട് കാണിച്ചു കൊടുക്കാം. അപ്പോൾ അതിൽ ഈ 10K ആൾക്കാരിൽ നിന്ന് 1000 പേര് കണ്ടാൽ കൂടി എനിക്ക് നഷ്ടമില്ല. എന്താണെന്ന് പറഞ്ഞാൽ 1000 പേർക്കെങ്കിലും നല്ല രീതിയിൽ തന്നെ ഒരു പ്രോഫിറ്റ് കിട്ടില്ല. ഞാൻ എപ്പോൾ ഒരു വെബ്സൈറ്റ് വഴിയുള്ള ഒരു എയർ ഡ്രോപ്പ് ഇട്ടാലും ആരും അത് കാണാറില്ല. അപ്പോൾ അങ്ങനെയുള്ള കുറേ ഡിഫിക്കൽട്ടീസ് ഒക്കെ യൂട്യൂബായി എനിക്ക് ഫേസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ കൂടുതലും യൂസേഴ്സ് ഉള്ള പ്രൊജക്റ്റുകളെ പറ്റിയിട്ടുള്ള അപ്ഡേറ്റ് നിങ്ങൾക്ക് തന്നിട്ട് അതിൻ്റെ കൂടെ എന്ത് ചെയ്യുന്നത്, ഇങ്ങനെയുള്ള ഓരോരോ ടെസ്റ്റ് നെറ്റും അതേപോലെ തന്നെ ഓരോരോ നെറ്റ്വർക്ക് എയർ ഡ്രോപ്പും സോഷ്യൽ എയർ ഡ്രോപ്പൊക്കെ നമ്മൾ ഇങ്ങനെ വന്നിട്ട് ഇൻക്ലൂഡ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ചെയ്യുന്നവർക്കെങ്കിലും ഇത് കാണുമല്ലോ എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ ഇതിൽ ടോക്കണോമിക്സ് അവർ കൊണ്ടുവന്നിട്ടുണ്ട്. 10% മാത്രമാണ് നമ്മളുടെ പോലെയുള്ള സാധാരണക്കാരായ ആൾക്കാർക്ക് യൂസേഴ്സ് അവർ കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുള്ളത്. അതേപോലെ തന്നെ ഇതിൻ്റെ എന്താണ് ഈ പേജിലേക്ക് ഞാൻ അവൻ്റെ ട്വിറ്റർ പേജിലേക്ക് ഞാൻ നിങ്ങൾക്ക് എന്ത് തരാം, കാണിച്ചു തരുമ്പോൾ നമുക്ക് എന്തായാലും അതിൻ്റെ ഒരു ഐഡിയ കിട്ടും. അപ്പോൾ മൈഗേറ്റ് നെറ്റ്വർക്ക് എന്നാണ് ഈ ഒരു പ്രൊജക്റ്റിൻ്റെ പേര്. അപ്പോൾ നിങ്ങൾക്ക് ഫോളോ ചെയ്യുന്നവർ എന്തായാലും ഫോളോ ചെയ്യുക. അതിൽ ടാസ്കുകളുണ്ട്, അതും ഞാൻ കൂടി പറഞ്ഞുതരാം. അപ്പോൾ ഇവർ പറഞ്ഞിട്ടുണ്ട് VPS ഡീസെൻട്രലൈസ്ഡ് Web3 എക്കോസിസ്റ്റം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അവർ പറഞ്ഞിട്ടുണ്ട് UA എക്സ്റ്റൻഷൻ അപ്ഡേറ്റ് ഈസ് ഹിയർ. നമുക്കിവിടെ നോഡ് എക്സ്റ്റൻഷൻ അവർ കൊണ്ടുവന്നിട്ടുണ്ട്. ഇവർ നവംബർ 2024 വന്നത്. അപ്പോൾ റീസെൻ്റ്ലി തന്നെയാണ് നിങ്ങൾ മനസ്സിലാക്കുക. വെറും 3 മാസം മാത്രമാണ് ഇവർ വന്നിട്ട് സമയമായിട്ടുള്ളൂ. അപ്പോൾ നമ്മുടെ ഒരുപാട് ആൾക്കാർ ഇതിൽ കയറിയിട്ടുണ്ട്. 147K ഫോളോവേഴ്സാണ് ഇതിലുള്ളത്. നല്ല രീതിയിൽ തന്നെ പ്രോഫിറ്റ് കിട്ടുമെന്ന് ചോദിച്ചാൽ നല്ല രീതിയിൽ തന്നെ പ്രോഫിറ്റ് കിട്ടാൻ പറ്റുന്ന ഒരു പ്രൊജക്റ്റാണ്. ഇപ്പോൾ തന്നെ ആൾറെഡി കുറച്ച് പേരൊക്കെ 1 ലാക്ക് ആൾക്കാരായിട്ടുണ്ട്. അവൻ്റെ ട്വിറ്റർ പേജിൽ 1 ലാക്ക് എന്ന് പറയുന്നതും അതേപോലെ തന്നെ 1 ലാക്ക് എന്ന് പറയുന്നതും ഒരുപാട് ആൾക്കാരുടെ യൂസേഴ്സ് ഉള്ളതാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ടെലിഗ്രാം പ്രൊജക്റ്റിലൊക്കെ മില്യൺ കണക്കിനാണ് കിട്ടുന്നത്. എന്നിട്ടാണ് അതിൽ നിന്ന് നമുക്ക് 2000 കിട്ടുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള പ്രൊജക്റ്റുകളിലൊക്കെ കുറച്ച് പേരുള്ളത് കാരണം നമുക്ക് എന്തായാലും അവർ തരുന്ന ഒരു എമൗണ്ട് നമുക്ക് വർത്തായിരിക്കും. നിങ്ങൾ എന്തായാലും മനസ്സിലാക്കുക. നല്ല രീതിയിൽ തന്നെ എല്ലാവർക്കും പ്രോഫിറ്റ് കിട്ടട്ടെ. ഞാനപ്പോൾ എന്ത് ചെയ്യാം, ഇത് എങ്ങനെയാണ് ചെയ്യേണ്ടി എന്നുള്ളൊരു കാര്യം കൂടി ഞാൻ കാണിച്ചു തരാം. നമുക്കിവിടെ എക്സ്റ്റൻഷൻ ഉണ്ട്. ഞാനിവിടെ എൻ്റെ ലിങ്ക് വെച്ചിട്ടാണ് കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഇത് ഡൗൺലോഡ് ചെയ്യാം. ഡൗൺലോഡ് ചെയ്തെന്ന് പറഞ്ഞാൽ ഇല്ലെങ്കിൽ ഡൗൺലോഡ് ചെയ്യല്ല, നമ്മളിത് കോപ്പി ചെയ്യുക. ഇവിടെ മോസ്റ്റ്ലി നമ്മൾ ഫോണിൽ യൂസ് ചെയ്യുന്നവരൊക്കെ എന്താണ് ചെയ്യുക, കിവി ബ്രൗസറാണ് യൂസ് ചെയ്യുക. അപ്പോൾ എന്തായാലും കിവി ബ്രൗസർ തന്നെ ഇങ്ങനെയുള്ള ടെസ്റ്റ് നെറ്റുകളും നെറ്റ്വർക്ക് എയർ ഡ്രോപ്പ് ആയിക്കോട്ടെ എന്ത് കാര്യങ്ങളായാലും നിങ്ങൾ കിവി ബ്രൗസർ യൂസ് ചെയ്യാൻ നോക്കുക. ഒരുപാട് ഡിഫിക്കൽട്ടീസ് ഒക്കെ നിങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ ക്ഷമയോടെ തന്നെ ഇരിക്കുക. നിങ്ങളുടെ ഇവിടെ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നേരെ നിങ്ങൾ ഗൂഗിൾ വെച്ചിട്ട് ഇതൊന്ന് സൈൻ ഇൻ ചെയ്യണം. സൈൻ ഇൻ ചെയ്തു എന്ന് പറഞ്ഞാൽ നേരെ ഗൂഗിളിലേക്ക് പോകും. നമുക്ക് ഗൂഗിളിൽ വെച്ചിട്ട് സൈൻ ഇൻ ചെയ്യേണ്ട ഓപ്ഷൻ കിട്ടും. നിങ്ങൾ അത് സൈൻ ഇൻ ചെയ്യുക. ചെയ്ത് കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് പറഞ്ഞാൽ അവിടെ നോഡ് എക്സ്റ്റൻഷൻ ചെയ്യുകയാണ്. ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. ഇതിങ്ങനെ കാണിച്ചു തരാമെന്ന് ഒരുപാട് സമയം എടുക്കും. അപ്പോൾ നോഡ് എക്സ്റ്റൻഷൻ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് അവിടെ ഒരു ആഡ് മൈ നോഡ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ടാവും. അതിലൊന്ന് ക്ലിക്ക് ചെയ്യുമെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ വെബ് ബ്രൗസറിൽ നിങ്ങൾക്ക് നോഡ് എക്സ്റ്റൻഷൻ ആഡ് ചെയ്യാൻ പറ്റും. ആദ്യത്തെ പ്രാവശ്യം ഒന്നും പെട്ടെന്ന് ഇങ്ങനെ ആവില്ല. നിങ്ങൾ 2-3 പ്രാവശ്യം ട്രൈ ചെയ്താൽ മാത്രമാണ് നമുക്കത് പറ്റുള്ളൂ. അതേപോലെ തന്നെ അത് ചെയ്ത് കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ അതിൽ കുറച്ച് അച്ചീവ്മെൻറ്റ് ടാബ് എന്ന് പറഞ്ഞിട്ട് അവൻ്റെ ട്വിറ്റർ പേജും ടെലിഗ്രാം പേജും നിങ്ങൾക്ക് ഫോളോ ചെയ്യേണ്ട ഒരു ആവശ്യം വരും. ആ ഫോളോ എന്തായാലും നിങ്ങൾ ചെയ്യുക. ഈ ഒരു കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് ഡൗട്ട് വരാൻ ഒരു സാധ്യതയില്ല. ആൾറെഡി ഒക്കെ നോട്ട് പേ കളിച്ച ആൾക്കാരല്ലേ. ഇനി എന്ത് ഡൗട്ടാണ് നിങ്ങൾക്ക് വരാനുള്ളതെന്ന് എനിക്കറിയില്ല.
അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഇത് നേരെ കയറുക, അവിടെ ഗൂഗിളിൽ വെച്ച് സൈൻ ഇൻ ചെയ്യുക. സൈൻ ഇൻ ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾ അതിലൊരു നോഡ് എൻസ്റ്റേഷൻ ആഡ് ചെയ്യുക. ആഡ് ചെയ്ത് കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ അവിടെ താഴോട്ട് ഒന്ന് സ്ക്രോൾ ഡൗൺ ചെയ്തെന്ന് പറഞ്ഞാൽ അച്ചീവ്മെൻറ്റ് ടാബ് എന്ന് പറഞ്ഞിട്ട് ട്വിറ്ററും അതേപോലെ തന്നെ ടെലിഗ്രാമും ഫോളോ ചെയ്യാനുണ്ടാവും. അത് ഫോളോ ചെയ്തു എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് 1000 പോയിൻറ്റ്സ് കിട്ടും. പിന്നെ ഈ നോട്ട്സ് റൺ ആയി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എന്തായാലും പോയിൻറ്റ്സ് കയറും. നിങ്ങൾ വിചാരിക്കുന്ന പോലെ ചവറ പോലെ പോയിൻറ്റ്സ് കിട്ടുമെന്ന് ചോദിച്ചാൽ ഒരിക്കലും ഇല്ല. ചെറിയ രീതിയിൽ 100 പോയിൻറ്റ്സ് ഒക്കെയാണ് ഒരു ദിവസം, 120, 300 പോയിൻറ്റ്സ് ഒക്കെ ആയിരിക്കും ഒരു ദിവസം നിങ്ങൾക്ക് കിട്ടുക. അപ്പോൾ അതോടനുസരിച്ച് നിങ്ങൾ ആക്റ്റീവായിട്ട് ഈ പ്രൊജക്റ്റിൽ എന്തായാലും കയറുക. അപ്പോൾ ഒരുപാട് വലുതാക്കാണ്ട വേണ്ടിയിട്ടാണ് പെട്ടെന്ന് തന്നെ പറഞ്ഞു പോകുന്നത്. ഇനി അടുത്ത പ്രൊജക്റ്റ് ഏതാന്ന് പറഞ്ഞാൽ ലെയർ എഡ്ജ് എന്ന് പറഞ്ഞിട്ടുള്ള പ്രൊജക്റ്റാണ്. ഈ ലെയർ എഡ്ജ് എന്ന് പറഞ്ഞിട്ടുള്ള പ്രൊജക്റ്റും അവർ റീസെൻ്റ്ലി എന്ത് ഇട്ടിട്ടുണ്ട്, ടോക്കണോമിക്സ് പുറത്ത് വിട്ടിട്ടുണ്ട്. 9% ആണ് 1 ബില്യൺ ടോക്കണിൽ അവർ എന്ത് ചെയ്യാൻ പോകുന്നത്, നമ്മുടെ ആയിട്ടുള്ള സാധാരണക്കാരായ ആൾക്കാർക്ക് തരാൻ പോകുന്നത്. ഈ ലെയർ എഡ്ജ് എന്ന് പറഞ്ഞാൽ ഇന്ന് അത് അവസാനിക്കുന്നു പറഞ്ഞിട്ട് കുറേ പേര് പറയുന്നുണ്ട്. എന്താണ് അവസാനിക്കുന്നത്? ബീറ്റാ ഫേസ് ആണ് അവസാനിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം എന്താണ് ബീറ്റാ ഫേസ്, അതേപോലെ തന്നെ എന്താണ് പബ്ലിക് ഫേസ് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ബീറ്റാ ഫേസ് എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് അത് ടെസ്റ്റ് നെറ്റ് ആയിട്ട് ഉപയോഗിക്കുക, അല്ലെങ്കിൽ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുക, അങ്ങനെയുള്ളൊരു കാര്യത്തിന് വേണ്ടിയിട്ട് ഇപ്പം തന്നെ അത് യൂസ് ചെയ്തിട്ട് അതിനൊരു ഡ്രോപ്പ് ഏർലി യൂസേഴ്സ് ആണ് എന്നുള്ള രീതിയിലാണ് അവരെന്ത് പറഞ്ഞിട്ടുള്ളത്, ഈ ഒരു ബീറ്റാ ഫേസ് പറഞ്ഞിട്ടുള്ളത്. നമുക്കിതിൽ ഒന്നും ചെയ്യാനില്ല. ഇതിൽ കയറി എന്ന് പറഞ്ഞാൽ അതിൽ കുറച്ച് ടാസ്കുകൾ ഉണ്ടാവും, അതേപോലെ തന്നെ വാലറ്റ് കണക്ഷൻ ഉണ്ടാവും, അങ്ങനെയുള്ള പല കാര്യങ്ങളും ഉണ്ട്. അത് ഞാൻ എന്തായാലും അതിൻ്റെ ഈ ഒരു പോകുമ്പോൾ പറഞ്ഞുതരാം. അപ്പോൾ ഇത് എന്തെന്നാണ് ബിൽഡ് ചെയ്യുന്നത് എന്ന് ചോദിച്ചു എന്ന് പറഞ്ഞാൽ ബിറ്റ്കോയിൻ നെറ്റ്വർക്ക് എന്നാണ് ഈ ഒരു ലെയർ എഡ്ജ് എന്ന് പറഞ്ഞിട്ടുള്ള സംഭവം ബിൽഡ് ചെയ്യുന്നത്. അതേപോലെ തന്നെ ബേബിലോൺ ലാബ്സ് എന്ന് പറഞ്ഞാൽ കുറേ പേർക്ക് അറിയുമായിരിക്കും, ഇല്ലെങ്കിൽ അറിയാത്ത ആൾക്കാരാണെങ്കിൽ ഇപ്പോൾ അറിഞ്ഞു. ബേബിലോൺ ലാബ്സ് എന്ന് പറഞ്ഞത് ബിറ്റ്കോയിൻ ചെയ്തിട്ടുള്ള കുറേ കേസസ് ആയിട്ടുള്ള കേസസ് ആയിട്ടുള്ള കുറേ പ്രൊജക്റ്റ് കൊണ്ടുവരുന്ന ഒരു കമ്പനിയാണ്. അപ്പോൾ ഈ ബേബിലോൺ ലാബ്സ് എന്ന് പറഞ്ഞൊരു കമ്പനി സപ്പോർട്ട് ചെയ്യുന്ന, അതേപോലെ തന്നെ ഇതിലൊരു നെറ്റ്വർക്ക് ഉണ്ടാക്കുക എന്നതാണ് അവരിവിടെ പറഞ്ഞിട്ടുണ്ട്. വി ആർ ബിൽഡിംഗ് ബിറ്റ്കോയിൻ ബാക്ക്ഡ് ഇന്റർനെറ്റ് യൂസിങ് ട്രസ്റ്റ് മിനിമൈസ്ഡ് വെരിഫിക്കേഷൻ പ്രൂഫ് അഗ്രിഗേഷൻ ഓഫ് ആൾ ലെയേഴ്സ് ആൻഡ് ആപ്പ്. അപ്പോൾ അങ്ങനെ ഒരു ലെയർ എഡ്ജ് എന്ന് പറഞ്ഞാൽ മുമ്പ് തന്നെ വന്നതാണ്, പക്ഷേ അതിൻ്റെ ഒരു ഡ്രോപ്പ് അവരിപ്പോഴാണ് കൊണ്ടുവരുന്നത്. അപ്പോൾ അത് ടെസ്റ്റ് നെറ്റ് ലൈവ് ആയിട്ടുണ്ട്. നമുക്ക് അതിൽ കയറി എന്ന് പറഞ്ഞാൽ നമുക്ക് കുറേ ആക്ടിവിറ്റീസ് ചെയ്തിട്ട് ഇന്നത്തോടെ എന്ത് ചെയ്യും, അത് ക്ലോസ് ആവും. പക്ഷേ നിങ്ങൾക്ക് ഇപ്പോഴും ജോയിൻ ചെയ്യാം. നാളെ അത് പബ്ലിക് ഫേസ് ആയിട്ട് മാറും. അപ്പോൾ അതിൽ കുറേ ടാസ്കുകളൊക്കെ അവൈലബിൾ ആവും. ആ ടാസ്കുകളൊക്കെ നിങ്ങൾ മസ്റ്റ് ആയിട്ടും ചെയ്യണം. ഞാനിവിടെ എന്ത് ചെയ്ത് തരാം, എൻ്റെ പേജിൽ, എൻ്റെ ടെലിഗ്രാം പേജിൽ നിങ്ങൾ ഇതിൽ കയറാനുള്ള ലിങ്ക് ഞാൻ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ എപ്പോഴും ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് പറഞ്ഞാൽ, ഇത് എപ്പോൾ ലോഗിൻ ചെയ്താലും അവിടെ നമുക്ക് എന്ത് ചെയ്യാനുണ്ട്, ഒരു കോഡ്, നിങ്ങളുടെ ഇൻവൈറ്റഡ് കോഡ് നിങ്ങൾ കൊടുക്കണം എന്ന് അവർ എപ്പോഴും പറയുന്നുണ്ട്. നിങ്ങൾ എന്ത് ചെയ്യുക, ഇപ്പോൾ എൻ്റെ ഇൻവൈറ്റ് കോഡ് നിങ്ങൾ അവിടെ കൊടുക്കുകയെന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് ഒരിക്കലും മിസ്സാക്കരുത്. ഇപ്പോൾ നിങ്ങളുടെ ഇൻവൈറ്റ് കോഡ് ആയിക്കോട്ടെ, ആരുടെ ഇൻവൈറ്റ് കോഡ് വെച്ചിട്ടാണോ നിങ്ങൾ കയറുന്നത്, ആ ഒരു ഇൻവൈറ്റ് കോഡ് വെച്ച് നിങ്ങൾ മിസ്സാക്കരുത്. അപ്പോൾ കയറി എന്ന് പറഞ്ഞാൽ ആ ഇൻവൈറ്റ് കോഡ് നിങ്ങൾ എത്ര പ്രാവശ്യം കയറുന്നുണ്ടോ അപ്പോഴൊക്കെ നമ്മളോട് ചോദിക്കും. അപ്പോൾ ആദ്യം ഇതിൽ കയറുന്ന പറഞ്ഞാൽ തന്നെ ഇവിടെ വാലറ്റ് കണക്ഷൻ ഉണ്ടാവുക. വാലറ്റ് കണക്ഷന് വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, മെറ്റാമാസ്ക് തന്നെ നിങ്ങൾ ചൂസ് ചെയ്ത് ചെയ്യണമെന്നാണ് ഞാൻ പറയുന്നത്. മെറ്റാമാസ്ക് ആണ് ഏറ്റവും നല്ലത്. മെറ്റാമാസ്ക് ചെയ്തു എന്ന് പറഞ്ഞാൽ അവിടെ കൂടുതലായിട്ട് മൊബൈലിലൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ മെറ്റാമാസ്ക് ആണ് ഏറ്റവും കൂടുതൽ പ്രിഫറബിൾ ആയിട്ടുള്ള ഒരു വാലറ്റ്. അപ്പോൾ നിങ്ങൾ മെറ്റാമാസ്ക് അവിടെ കണക്ട് ചെയ്യുക. മെറ്റാമാസ്ക് കണക്ട് ചെയ്യുമ്പോൾ അതിൽ നേരെ റീഡയറക്റ്റ് ആയിട്ട് മെറ്റാമാസ്കിലേക്ക് വന്നിട്ട് അപ്പം തന്നെ നിങ്ങൾക്ക് സൈനിങ് മെസ്സേജ് നോട്ടിഫിക്കേഷൻ വരില്ല. അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം, കുറച്ച് നേരം ആ മെറ്റാമാസ്കിൽ തന്നെ വെയിറ്റ് ചെയ്ത് നിൽക്കണം. വെയിറ്റ് ചെയ്ത് നിന്നാൽ മാത്രമാണ് നിങ്ങൾക്ക് അവിടെ സൈനിങ് മെസ്സേജ് വരുള്ളൂ. ആ സൈനിങ് മെസ്സേജിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ക്ലിക്ക് കൊടുക്കുക. ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞിട്ട് വീണ്ടും ഒരു സൈനിങ് മെസ്സേജ് വരും. ഈ ഒരു വാലറ്റ് കണക്ട് ചെയ്തിട്ട് നമ്മൾ അതിൽ ടാസ്ക് ചെയ്യുമ്പോൾ വീണ്ടും ഒരു സൈനിങ് ഓപ്ഷൻ അതിൽ വരും. അതിലും നിങ്ങൾ എന്ത് ചെയ്യണം, സൈനിങ് കൊടുക്കണം. അപ്പോൾ ഈ കോഡ് നിങ്ങൾ എവിടെയും നിങ്ങൾ കളയാതെ തന്നെ സേവ് ചെയ്ത് വെക്കണം. ഞാനിപ്പോൾ ഇവിടെ ഈ കോഡ് ഇവിടുന്ന് പേസ്റ്റ് ചെയ്യുന്നുണ്ട്. പേസ്റ്റ് ചെയ്തിട്ട് നിങ്ങൾ നേരെ എന്ത് ചെയ്യുക, ആ ഇതിൽ കൊണ്ടുപോയി കൊടുക്കുക. അപ്പോൾ എൻ്റെ കോഡാണ് ഞാൻ ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഈ കോഡ് നിങ്ങൾ ഒരിക്കലും കളയരുതെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ എന്ത് പറയുന്നത്. അപ്പോൾ ഒരിക്കലും ഈ കോഡ് നിങ്ങൾ കളയരുത്. ഞാനിപ്പോൾ ഇവിടെ ഇത് ഓപ്പൺ ചെയ്തിട്ട് ഈ കോഡ് ഇവിടെ പേസ്റ്റ് ചെയ്തു എന്ന് പറഞ്ഞാൽ, ആദ്യം വാലറ്റ് കണക്ഷനാണെന്ന് ഞാൻ പറഞ്ഞു, ആ വാലറ്റ് കണക്ട് ചെയ്യുക, എന്നിട്ട് ഈ കോഡ് ഇവിടെ പേസ്റ്റ് ചെയ്യുക. പേസ്റ്റ് ചെയ്തിട്ട് കണ്ടിന്യൂ കൊടുക്കുക. അപ്പോൾ ചിലവർക്ക് ഇത് നെറ്റ്വർക്ക് എറർ എന്ന് വരും. അപ്പോൾ എന്താണെന്ന് പറഞ്ഞാൽ അത് കൂടുതലായിട്ടും പെട്ടെന്ന് ലോഡ് ആവാത്ത കാരണമാണ്. നിങ്ങൾ എന്ത് ചെയ്യുക, മസ്റ്റ് ആയിട്ട് അതിൽ കയറുക. അപ്പോൾ കയറി കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഇവിടെ സ്റ്റാർട്ട് നോഡ് എന്ന് പറഞ്ഞുള്ള ഒരു ഓപ്ഷൻ ഉണ്ടാവും. ഇവിടെ എന്ത് ചെയ്യണം, നിങ്ങൾ സ്റ്റാർട്ട് നോഡ് ഒന്ന് ക്ലിക്ക് ചെയ്യണം. അപ്പോൾ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ കണക്ട് ചെയ്ത വാലറ്റിലേക്ക് വീണ്ടും ഒരു സൈനിങ് മെസ്സേജ് ആയിരിക്കും വരിക. നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്നാമത് ഇങ്ങനെ ചെയ്തിട്ടുള്ളവർ നേരെ മെറ്റാമാസ്ക് ഒന്ന് മിനിമൈസ് ചെയ്ത് ഓപ്പൺ ചെയ്ത് വെക്കുക. ഇപ്പോൾ ഇവിടെ സ്റ്റാർട്ട് നോഡ് കൊടുക്കുമ്പോൾ പ്രോസസ്സിംഗ് ആയിട്ട് നമുക്ക് ഇവിടെ മെറ്റാമാസ്ക് ഓപ്പൺ ആയി, ഞാൻ പറഞ്ഞില്ല. അപ്പോൾ ഇങ്ങനെ ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ വെയിറ്റ് ചെയ്തിട്ട് തന്നെ ഇതിൽ സൈനിങ് മെസ്സേജ് കൊടുത്തിട്ട് നിങ്ങൾ
ഇവിടെ റണ്ണാക്കി വെക്കുക. അത്ര മാത്രമാണ് ഈ ലെയറേജിലുള്ളൂ. മൈഗേറ്റിൽ കുറച്ച് ടാസ്ക് ആണ്, എന്താണെന്ന് പറഞ്ഞാൽ കുറച്ച് ലാഗ് ഉണ്ടാവും. അതുകൊണ്ട് മാത്രമാണ് ഈ മൈഗേറ്റിൻ്റെ കാര്യം കാണിക്കാത്തത്. ഇതേ പ്രോസസ്സ് തന്നെയാണ് മൈഗേറ്റിലും. നിങ്ങൾ ഒന്നുകൊണ്ട് വിഷമിക്കേണ്ട. നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ നാളെ വന്നിട്ട് കമൻറ്റ് സെക്ഷനിൽ പറഞ്ഞു എന്ന് പറഞ്ഞാൽ ഞാൻ എന്തായാലും നിങ്ങൾക്ക് റിപ്ലൈ തരാം. ഇല്ലെങ്കിൽ നമ്മുടെ ടെലിഗ്രാം ചാനലിൽ നിങ്ങൾ ജോയിൻ ആവും. അവിടെ കുറേ ആൾക്കാരുണ്ട്. ഇപ്പം ഞാൻ പറഞ്ഞില്ല, ഇതിലിവിടെ സൈനിങ് മെസ്സേജ് വരാൻ വേണ്ടിയിട്ട് കുറച്ച് നിങ്ങൾ വെയിറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ വെയിറ്റ് ചെയ്തിട്ട് മാത്രമാണ് നിങ്ങൾക്ക് കിട്ടുള്ളൂ. അപ്പോൾ അത് കാരണമാണ് ഞാൻ എന്ത് ചെയ്യാത്തത്, ഇത് ഒരുപാട് ലാഗ് ആക്കേണ്ട വേണ്ടി നിങ്ങൾക്ക് കാണിച്ചു തരാത്തത്. അവിടെ നിന്ന് നിങ്ങൾ കയറി എന്ന് പറഞ്ഞാൽ ഇവിടെ സ്റ്റാർട്ട് നോഡ് കൊടുത്തു എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് സമയം എടുക്കും. ആ സമയം എടുക്കുന്ന ഒരു സമയം നിങ്ങൾ വെയിറ്റ് ചെയ്യാൻ വേണം. ചിലവരുടെ ഫോണിലൊക്കെ പെട്ടെന്ന് തന്നെ അവിടെ സൈനിങ് മെസ്സേജ് വരും. അപ്പോൾ സാധാരണക്കാരായ നമ്മളെപ്പോലെയുള്ള ഫോണാണെങ്കിൽ നിങ്ങൾക്ക് അവിടെ കുറച്ച് വെയിറ്റ് ചെയ്യേണ്ടി വരും. ഞാൻ അവിടെ വീണ്ടും പ്രോസസ്സ് കൊടുക്കുന്നുണ്ട്, വീണ്ടും അവിടെ മെറ്റാമാസ്ക് എടുത്ത് ഓപ്പൺ ചെയ്യുന്നുണ്ട്. നിങ്ങൾ അവിടെ മിനിമൈസ് ചെയ്ത് വെച്ചാൽ മാത്രമാണ് നിങ്ങൾക്ക് പെട്ടെന്ന് അതിൽ ഓപ്പൺ ആവുള്ളൂ. കുറച്ചൊന്ന് വെയിറ്റ് ചെയ്യുക. വെയിറ്റ് ചെയ്താൽ മാത്രം കണ്ടോ ഇപ്പോൾ നിങ്ങൾക്ക് അവിടെ സൈനിങ് മെസ്സേജ് വന്നു. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, അത് സൈൻ ചെയ്യണം. അപ്പോൾ 2 പ്രാവശ്യം 3 പ്രാവശ്യം ചെയ്താൽ മാത്രമാണ് നിങ്ങൾക്ക് അത് കണക്റ്റ് ആവുള്ളൂ. ഇത് മസ്റ്റായിട്ട് നിങ്ങൾ നോക്കിയിട്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, അത് ചെയ്യുക. ഞാനിത് വേണം വെച്ചിട്ടാണ് ഇങ്ങനെ കാണിച്ചത്. എന്താണെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെ കാണുമ്പോൾ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും ഇതെന്താ എന്നെ കണക്റ്റ് ആവാത്തതെന്ന്. ആ ഡൗട്ട് മാറുമല്ലോ എന്ന് പറഞ്ഞിട്ടാണ് ഇങ്ങനെ കാണിച്ചിരുന്നത്. അപ്പോൾ സൈനിങ് മെസ്സേജ് അവിടെ വന്നല്ലോ. അപ്പോൾ അത് വന്നപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, സൈനിങ് കൊടുത്തു എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ നോഡ് ഇവിടെ കണക്റ്റ് ആവും. കണക്റ്റ് ആയി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അത് റൺ ചെയ്യാം. 24 മണിക്കൂറിൽ അതിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, പോയിന്റ്സ് കിട്ടും. നിങ്ങൾ അതിൽ ടാസ്കുകൾ പുതിയത് വല്ലതും ഓപ്പൺ ആയെന്ന് പറഞ്ഞാൽ അതും ചെയ്യാം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ വളരെയധികം യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. നിങ്ങൾ ഒരിക്കലും മിസ് ചെയ്യരുത്. ഈ 2 പ്രൊജക്റ്റ് മൈഗേറ്റ് ആയിക്കോട്ടെ അതേപോലെ തന്നെ ലെയറേജ് ആയിക്കോട്ടെ ഒരിക്കലും മിസ് ചെയ്യരുതെന്ന് ഞാൻ 100% പറയുന്നുണ്ട്. അതേപോലെ തന്നെ വേറൊരു ചെയിൻ, ഈ ഒരു ചാറ്റ് ജിപിയുടെ ഒരു ചെയിൻ ആയിട്ടുള്ള പ്രൊജക്റ്റ് വരുന്നുണ്ട്. അപ്പോൾ ആ ഒരു പ്രൊജക്റ്റിനെ പറ്റി അറിയാൻ വേണ്ടിയിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു. എന്നാൽ മാത്രമാണ് നിങ്ങൾക്ക് പുതിയ അപ്ഡേറ്റുകളൊക്കെ നമുക്ക് ചാനലിൽ കിട്ടുള്ളൂ. അതേപോലെ തന്നെ നമ്മുടെ ചാനലിലുള്ള ലൂട്ട്സ് ഒന്നും നിങ്ങൾ കയറാതിരിക്കരുത്. ഞാൻ ഒരിക്കലും ഇത് എല്ലാ വീഡിയോയിലും ഇൻക്ലൂഡ് ചെയ്യുന്നത് എനിക്ക് പൈസ കിട്ടുന്നതുകൊണ്ടാണ്. പൈസ കിട്ടാതെ ആരെങ്കിലും വന്നിട്ട് ഇതിൽ കയറാ ഇല്ലെങ്കിൽ അത് കയറ് നിങ്ങളെ പറ്റിക്കാൻ വേണ്ടി ആരെങ്കിലും കയറാൻ പറയുമോ? ഒരിക്കലും കയറാൻ പറയില്ല. എനിക്കും പ്രോഫിറ്റ് കിട്ടും, നിങ്ങൾക്കും പ്രോഫിറ്റ് കിട്ടും. അപ്പോൾ ആ ഒരു ടൈപ്പ് ഓഫ് പ്രൊമോഷനാണ് അത്, ലൂട്ട് ക്യാമ്പയിൻ ആണ്. അപ്പോൾ നിങ്ങൾ മസ്റ്റായിട്ട് അതിൽ കയറി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എന്തായാലും 177 രൂപ, 160 രൂപ, അതേപോലെ തന്നെ 100 രൂപ, 125 രൂപ, 100 രൂപ അപ്പ് സ്റ്റോക്സിൻ്റെ അങ്ങനെയുള്ള പലതും കിട്ടും. ഒന്നും ചെയ്യാനില്ല, ഈ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക, നിങ്ങളുടെ ഗൂഗിൾ പേ പോവുക. ഗൂഗിൾ പേ പോയിട്ട് UPI ഇവിടെ ഒന്ന് കൊടുത്തു എന്ന് പറഞ്ഞാൽ ഇവിടെ സബ്മിറ്റ് കൊടുത്താൽ ഡയറക്റ്റ് ആയിട്ട് എവിടേക്കാണ് പോവുക, ഞാനത് നിങ്ങൾക്ക് കാണിച്ചും കൂടി തരാം. ഡയറക്റ്റ് ആയിട്ട് പോകുന്നത് നമ്മുടെ ഈ ഒരു പ്ലേ സ്റ്റോറിലേക്ക് തന്നെയാണ്, വേറെ എവിടേക്കും പോവില്ല. ആ പ്ലേ സ്റ്റോറിൽ നിങ്ങൾ എന്ത് ചെയ്യണം, അതൊന്ന് ഡൗൺലോഡ് ചെയ്യണം. അവിടെ ഒരു KYC കംപ്ലീറ്റ് ചെയ്തിട്ട് ആ അപ്പ് സ്റ്റോക്സിൽ ഒരു അക്കൗണ്ട് എടുക്കണം. അത് മാത്രം നിങ്ങൾ ചെയ്താൽ മതി, വേറെ ഒന്നും നിങ്ങൾക്ക് ചെയ്യാനില്ല. ഞാനിവിടെ എന്ത് ചെയ്യുന്നുണ്ട്, ഞാനിവിടെ എൻ്റെ UPI ID കോപ്പി ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് വിചാരിക്കുന്നുണ്ട്. ഞാനിവിടെ UPI ID കോപ്പി ചെയ്തു, നേരെ ഞാൻ ഇവിടെ കൊണ്ടുവന്നിട്ട് ഞാനിവിടെ എന്ത് ചെയ്യാൻ പോവാണ്, പേസ്റ്റ് ചെയ്യാൻ പോവാണ്. പേസ്റ്റ് ചെയ്തു എന്ന് പറഞ്ഞാൽ നമുക്കിവിടെ സബ്മിറ്റ് കൊടുത്തു എന്ന് പറഞ്ഞാൽ നമുക്ക് നേരെ പോകുന്നത് നമ്മുടെ പ്ലേ സ്റ്റോറിലേക്കാണ്. വേറെ എവിടേക്കും പോകാനുള്ള വഴിയില്ല. കണ്ടോ, പ്ലേ സ്റ്റോർ ആണ് ഓപ്പൺ ആവുക. അപ്പോൾ നിങ്ങൾ അവിടെ നിന്ന് ഇത് ഇൻസ്റ്റാൾ ചെയ്യുക. ഞാൻ ആൾറെഡി ഇൻസ്റ്റാൾ ചെയ്ത് ഡൗൺലോഡ് ചെയ്ത് ഡീആക്ടിവേറ്റ് ഒക്കെ ചെയ്ത് എല്ലാം കളഞ്ഞ കാരണമാണ് ഇങ്ങനെ ഇത് കാണാത്തത്. അപ്പോൾ ഇൻസ്റ്റാൾ ചെയ്തിട്ട് നിങ്ങൾ അവിടെ ഒരു ഡിമാൻഡ് അക്കൗണ്ട് എടുത്തു എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ട് 1 രൂപ കയറും. അതാണ് ട്രാക്കിംഗ് എന്ന് പറയുന്നത്. ആ 1 രൂപ കയറി എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് 100 രൂപ മസ്റ്റ് ആയിട്ടും കയറും. അപ്പോൾ 171 രൂപയും ഇതേ കണക്ക് തന്നെയാണ് ഏഞ്ചൽ വണ്ണിൽ കയറാത്ത ആൾക്കാർ ഉണ്ടാവില്ല. ഒരുപാട് മുമ്പ് തന്നെ ഇപ്പോൾ ഇത് പറയുന്നതാണല്ലോ. മുമ്പൊക്കെ ഞാൻ 10, 15, 20 എണ്ണം ലൂട്ട്സ് ഒക്കെ ഇട്ടുകൊണ്ടിരുന്നതാണ്. ഇപ്പോൾ വെറും അത് 5 ആയിട്ട് ചുരുങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതും കൂടി കഴിയുന്നതിന് മുമ്പ് നിങ്ങൾ എല്ലാവരും ചെയ്യുക. കുറേ ഫ്രണ്ട്സിന് നിങ്ങൾ ഷെയർ ചെയ്യുക. നിങ്ങൾക്ക് മാത്രം പൈസ കിട്ടിയാൽ പറ്റില്ല, കുറേ പേർക്ക് ഷെയർ ചെയ്താൽ നല്ല പ്രോഫിറ്റ് എല്ലാവർക്കും കിട്ടട്ടെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആയിരിക്കും. ലെയറേജും മൈഗേറ്റും മറക്കരുത് പിള്ളേരെ, എല്ലാവരും കയറുക. അപ്പോൾ ഹാവ് എ ഗ്രേറ്റ് ഡേ. നന്ദി, നമസ്കാരം, ബൈ. ഹലോ ഗായ്സ്.